ഓഫ്ലൈനായി. ഹലോ 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 ആരാണിത്? ഹലോ ഹലോ. ആ അതെ, അവൻ എണീറ്റിട്ടില്ല മോളെ. അറിയില്ല, ചിലപ്പോ ഫോൺ സൈലന്റിലായിരിക്കും മോളെ. പിറന്നാളാണെന്ന് അവനും കൂടെ തോന്നണ്ടേ? എങ്ങനെ എഴുന്നേക്കാൻ? രാത്രി മൊത്തം കമ്പ്യൂട്ടറിന്റെ മുമ്പിലല്ലേ? പറയാം മോളെ. ശരി, ഓക്കെ. ഹലോ. സോറി 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 സോറി. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഡിയർ. ഇന്നലെ ഒരു കോൾ വന്നിരുന്നു എനിക്ക്. എടുത്തു കഴിഞ്ഞാൽ മുക്കളിലും മുരളിലും എല്ലാം കൂടെ. ശല്യം കാരണം സൈലന്റ് ആക്കി വെച്ചേക്കുമായിരുന്നു, അതുകൊണ്ടാണ് കാണാത്തത്. ശരി ശരി. ഓക്കെ, നീ പറ, നിനക്ക് എവിടെ വെച്ചോണം ട്രീറ്റ്? നമ്മുടെ സ്ഥിരം സ്ഥലം. ഓക്കെ, ഡൺ. ബൈ. ഓക്കെ ഡിയർ, ബൈ. ഹലോ ഹലോ ഹലോ. ദൈവമേ, പോലീസ്. ഹാപ്പി ബർത്ത്ഡേ. എത്ര നേരമായി ഞാനിവിടെ വന്ന് കാത്തിരിക്കണമെന്ന് വല്ല ബോധമുണ്ടോ? കട തുറന്നത് നീയായിരിക്കും. എന്താ എന്താ? വരുന്ന വഴിക്ക് പോലീസ് പൊക്കി 1000 രൂപ പെറ്റി അടിച്ചു. എന്തിന്? ഹെൽമെറ്റ് വയ്ക്കാത്തതിന്. ഹെൽമെറ്റ് വയ്ക്കാത്തതിന് 1000 രൂപയോ? ഹെൽമെറ്റ് വയ്ക്കാത്തതിനല്ല, ഫോൺ സംസാരിച്ചു. നീ ആ ഫോണിങ്ങെടുത്തേ. എന്തുവാ, എനിക്കാരുടെ മൊബൈലിൽ സംസാരിക്കാൻ പോലും പാടില്ലേ? നീ എന്തിനാ അഭിനയിക്കുന്നേ? എന്തിനാ എന്നോട് ഇത്ര കള്ളം പറയുന്നത്?
ഞാനെന്ത് കള്ളമാണ് എന്നോട് പറഞ്ഞത്? ഇതാരുടെ നമ്പറാ? എനിക്കറിയില്ല. ഹലോ ഹലോ, ഹൂ ഈസ് ദിസ്? ഹലോ, എന്റെ ശബ്ദം കേട്ടാ സംസാരിക്കാൻ പറ്റാത്ത ഏത് ഫ്രണ്ടാ നിനക്കുള്ളത്? എനിക്കറിയില്ല അതാരാണെന്ന്. കുറേ നാളായിട്ട് കോള് വരുന്നു, വിളിച്ചാലൊന്നും സംസാരിക്കത്തുമില്ല. ഒരുമാതിരി പേടിപ്പിക്കാൻ കുറേ ശബ്ദം മാത്രം. കള്ളം പറഞ്ഞ് ചുമ്മാ കഷ്ടപ്പെടണ്ട. ഡിയർ സ്വേർ, എനിക്കറിയില്ല അതാരാണ് വിളിച്ചതെന്ന്. ഈ ശല്യം കാരണമാണ് ഇന്നലെ രാത്രി ഞാൻ ഫോൺ സൈലൻ്റ് ആക്കിയത്. അതുകൊണ്ടാണ് നീ വിളിച്ചിട്ട് എന്നെ കിട്ടാത്തത്. നീ എന്തിനാ ഇപ്പൊ കോൾ കട്ട് ചെയ്തത്? രാവിലെ നിന്നെ വിളിച്ചപ്പോ അമ്മ പറഞ്ഞു രാത്രി മുഴുവൻ നീ ലാപ്ടോപ്പിലാണെന്ന്. വൈ യു ആർ ലൈയിങ് ടു മീ? ഇംഗ്ലീഷ്. നീ എന്നെ തെറിയും വിളിച്ചു അല്ലേ? സോറി സോറി. ചേട്ടാ ഒരു ചായ. സ്ട്രോങ് ചായലാണോ പറഞ്ഞത്? ஸ்ட்ராங் என்ன நீங்க சொல்லவே இல்லை. ഒന്ന് സ്ട്രോങ് ആക്കി തരൂ. ഹലോ, എടാ രാജേഷേ, ഒരു BSNL നമ്പറിൻ്റെ ഡീറ്റെയിൽ ഒന്ന് വേണമായിരുന്നു. ഓക്കെ, ഒരു അഡ്രസ്സ് എടുക്കാനാ? ഇല്ല കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കാനാ. ഓക്കേടാ, നമ്പർ മെസ്സേജ് തരടാ. ഓക്കേടാ താങ്ക്സ്. ഹലോ, അളിയ കിട്ടിയോ? ഒരു മിനിറ്റ്, ഞാനൊരു പേന എന്തെങ്കിലും ഒന്ന് എടുത്തോട്ടെ. മനു അല്ലേ? ഓ, ലാൻഡ് ലൈൻ്റെ കൂടെ കിട്ടിയതാണോ? ഓക്കെ, പറഞ്ഞോടാ. 047123. ഓക്കെ 6. ഓക്കേടാ, ശരിടാ, താങ്ക്സ്ടാ. ഹലോ, മനുവിൻ്റെ വീടല്ലേ? അതെ. മനുവിനൊന്ന് കൊടുക്കാവോ? ആരാ? ഞാൻ മനുവിൻ്റെ കൂടെ പഠിച്ചതാ. മനുവിന് മൊബൈൽ വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാ. കൂടെ പഠിച്ചതോ? മുമ്പ് പഠിച്ചിരുന്നതാ, ഇപ്പൊ കുറച്ചാളെ സംസാരിച്ചിട്ട്. ഹലോ എന്റെ മോൻ 2 മാസം മുമ്പ് ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചുപോയി. പോകാനാടേ? അല്ലടാ, എന്തുപറ്റിയടേ? ഒരു നമ്പറിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് കോള് വരുന്നു. ഒരുമാതിരി അവ്യക്തമായ കുറേ ശബ്ദവും ഒരുമാതിരി പേടിപ്പിക്കാനൊക്കെ ആയിട്ട്. അതിൻ്റെ പേര് അവളും അടക്കേൻ്റെ അടുത്ത്. നിന്റെ പഴയല്ല കൊളുത്തായിരിക്കോടെ? അതൊന്നും അല്ല. നമ്മുടെ രാജേഷ് അല്ലേ, BSNL അല്ലേ? BSNL അല്ലേ? അവനെ വിളിച്ചാൽ നമ്പർ എടുത്തിട്ടുണ്ട്.
ഇത് മനു എന്ന് പറഞ്ഞ പയ്യൻ്റെ നമ്പറാണ്. ഞാൻ വിളിച്ചപ്പോൾ അവൻ്റെ അമ്മയാണ് എടുത്തത്. ആ എന്നിട്ട് അവൻ മരിച്ചിട്ട് 2 മാസമായെന്ന്. പോടാ. ശരിക്കും പ്രേതം ഫോണൊക്കെ വിളിക്കൂടെ? ഡേ നിന്റെ സാധനം ഇരിപ്പുണ്ടാ? നീ അവനെ മാറ്റി അതൊന്ന് പുകച്ചിട്ട് നമുക്കൊന്ന് ആലോചിക്കാം. നീ ധൈര്യമായിട്ട് ഇരിയടേ, നമുക്ക് നോക്കാം. കിട്ടിയളിയാ, കിട്ടി. ആര്? ഈ ആത്മാവിനോടൊക്കെ സംസാരിക്കണ ഒരാളുണ്ട്. അങ്ങേര് ഇതിനൊരു വഴി കണ്ടുപിടിച്ച് തരും. ഇത് അങ്ങേരെ കൊണ്ടേ പറ്റൂ. നടക്കോളിയാ, നീ വാ, നമുക്ക് പോവാം. ആരുമില്ലടേ, ആരുമില്ലെന്നാണ് തോന്നുന്നത്. ആ നോക്കാം, കയറി വെക്കാം. സ്വാമി വാടേ. ആ സ്വാമി വിളിച്ചിരുന്നു. ഇവിടെ നിന്ന് കിഴക്കുമാറി ഒരു മുളങ്കാടുണ്ട്. അവിടെയുണ്ട് നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ. ആ സ്വാമി സ്വാമി വിളിച്ചിരുന്നു. മറ്റേ അനോണിമസ് കോൾ. ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഇല്ല, ഉണ്ടുണ്ട്. താനൊരു നാൾ മരിക്കുന്നുള്ള ഉറപ്പല്ലേ? അതെ. തൻ്റെ ശരീരം മണ്ണോടും അഗ്നിയോടും ചേരും. ശ്വാസം പ്രകൃതിയിലേക്ക്, ശരിയല്ലേ? പിന്നീട് എന്തെങ്കിലും തന്നിൽ അവശേഷിക്കുന്ന തനിക്കറിയോ? താനിപ്പോൾ ചിന്തിക്കുന്ന മനസ്സ് അതെങ്ങോട്ട് പോകും? ന്യൂട്ടൻ്റെ തിയറി അനുസരിച്ച് മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയ്ഡ് എന്നാണ്, ശരിയല്ലേ? അല്ലേ? ആണ്. തൻ്റെ ശ്വാസവും ശരീരവും പ്രകൃതിയോട് ലയിക്കുമ്പോൾ മരണം വന്ന അവസ്ഥയ്ക്ക് ശേഷം തൻ്റെ മനസ്സങ്ങോട്ട് പോകും, അറിയോ? താൻ ആരോടെങ്കിലും പൊറുക്കാനാവാത്ത തെറ്റ് ചെയ്തിട്ട്? ഇല്ലില്ല. തന്നോടല്ല, ഇയാളോട്. ചിന്തിക്കേ, നല്ലോണം ചിന്തിക്കേ. ജീവിച്ചിരിക്കെ തന്നോട് ചെയ്യാൻ കഴിയാത്തത് മരണശേഷം ചെയ്യുന്നതാവാം. ഒരു പക്ഷേ അത് നല്ലതിനോ ചീത്തയ്ക്ക് എന്തിനുമാവാം. അതല്ലെങ്കിൽ തന്നെ എന്തിലൊക്കെയെങ്കിലും വലിച്ചടുപ്പിക്കുന്നതാവാം. മാപ്പപേക്ഷിക്കുക, നല്ലോണം മാപ്പപേക്ഷിക്കുക, എല്ലാം ശരിയാവും. ഹലോ 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 ഹലോ
ഹലോ. എടാ നീ ഇത് എവിടെയാ? സുഖാണോ? പിന്നെ നിനക്ക് സുഖാണോ? സുഖം. ഇതിപ്പോ എന്ത് പറ്റി? ഞാനൊരു കാര്യം പറയാനാണ് എന്നെ വിളിച്ചത്. ഇത് ഞാൻ എന്തിനാ പറയുന്നത് എന്നോട് നീ ചോദിക്കരുത്. നമുക്കത് നിർത്താം. എനിക്ക് നിന്നോട് ദേഷ്യമോ ഇഷ്ടക്കുറവോ ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ നമ്മുടെ റിലേഷൻ കാരണം സൂയിസൈഡ് ചെയ്ത എൻ്റെ ഹസ്ബൻഡിൻ്റെ ആത്മാവിനോട് എനിക്ക് നീതി പുലർത്തണം. സോ ബൈ. ഇതിൽ 16 GB റാം ഉണ്ടാവും, 4 GB ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്. ഇതൊരു അൾട്ടിമേറ്റ് ഗെയിമിംഗ് മെഷീനാണ് സർ. ഇന്റലിൻ്റെ സിയോൺ പ്രോസസ്സറാണ് ഡെല്ലിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇറ്റ്സ് ഈസി ടു യൂസ്. പിന്നെ ഇതിൻ്റെ ഒരു പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതിയാവും. ഇത് ഇവിടെ നിന്ന് വന്നിട്ട് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. പിന്നെ സാറിന് വേണ്ട CD ഡ്രൈവ് ഇതിലുണ്ടാവും, DVD CD ഒക്കെ റൈറ്റ് ചെയ്യാം. ഇതൊന്ന് നോക്കിയാൽ മാത്രം മതിയോ? ഇതൊന്ന് നോക്കിയാൽ മതി. സാർ എന്താ വർക്ക് ചെയ്യണോ അതോ? ഹലോ ഹലോ, ഇതാരാണിത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഹലോ ഹലോ ഹലോ, സോറി. ആരാണ്? നിനക്ക് എന്താ വേണ്ടത്? എന്നെ ഒരു ഭ്രാന്തനായി കണ്ടിട്ട് നിനക്ക് എന്ത് നേടാനാണ്? ചെയ്ത തെറ്റിനെല്ലാം മാപ്പ് പറഞ്ഞല്ലേ നിന്നോട്? എന്തിനെന്നെ നെഞ്ചിച്ചേ കൊല്ലുന്നത്? എൻ്റെ പേര് പാർവതി. ഐ എം എ സൈക്കാട്രിസ്റ്റ്. കവടിയാർ നേതാജി നഗറിലെ ഹൗസ് നമ്പർ 39 നാളെ രാവിലെ 10 വന്നോളൂ. നമുക്ക് സംസാരിക്കാം. ഓക്കെ, ബൈ.
ഇന്നലെ മൊബൈലിൽ വിളിച്ചിരുന്നു. ഇരിക്കേ. ഇതിനു മുന്നേ ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടോ? എനിക്ക് കോൾ വന്നിട്ടുണ്ട്, പക്ഷേ തിരിച്ച് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഇതെൻ്റെ മോളാ. അവളുടെ ഫേവറേറ്റ് കളിപ്പാട്ടമാണ് ഈ മൊബൈല്. ഇയാൾ വിളിച്ച് കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയത് ഈ നമ്പറിൽ. പക്ഷേ എനിക്ക് വന്ന കോൾസൊക്കെ ശരിക്കും ഇത് അടുത്ത വീട്ടിലെ ഒരു പയ്യൻ്റെയാണ്. 2 മാസം മുന്നേ ഒരു ആക്സിഡൻറ്റിൽ പാവം മരിച്ചുപോയി. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മോളെ അവിടുത്തെ അമ്മയെ നോക്കാറ്. അവർക്ക് ഇവള് വലിയൊരു ആശ്വാസമാണ്. പാവം. ഇവള് കളിക്കാനെടുത്താണ് ഈ മൊബൈൽ. അമ്മ തിരിച്ചു ചോദിച്ചിട്ടുമില്ല. പക്ഷേ എന്നെ വിളിച്ചിരുന്നത് ഞാനല്ല കേട്ടോ. കുഞ്ഞു തന്നെ അറിയാണ്ട് അമർത്തുന്നതാ കോളായിട്ട് വരുന്നത്. അവൾക്ക് ഈ കീപാഡിൽ അമർത്തുന്ന സൗണ്ട് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങൾക്ക് മാത്രം സ്പെസിഫിക് ആയിട്ട് കോൾ എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അല്ല, പക്ഷേ എന്നോട് വരാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ തന്നെയാണ്. കുഞ്ഞു കോൾ വന്നപ്പോൾ കൊണ്ടു തന്നതാ. പിന്നെ ഞാനൊരു സൈക്കാട്രിസ്റ്റ് അല്ലേ. സോ ഐ യൂസ് ടു ഗെറ്റ് ദീസ് കൈൻഡ് ഓഫ് കോൾസ് ഫ്രം മൈ പേഷ്യൻസ് ഇൻ മൈ നമ്പർ യുനോ. പിന്നെ വിളിച്ചപ്പോൾ ഇയാൾ വല്ലാണ്ട് പാനിക്കായിരുന്നു. അതാ വരാൻ പറഞ്ഞേ. സോ നൗ എവറിത്തിങ് ഈസ് ക്ലിയർ റൈറ്റ്? യെസ്. ഞാൻ ഈ കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ? ഷുവർ. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്ക് ഒരു കുഞ്ഞു നിമിത്തം പശ്ചാത്തപിച്ചൊരു പുതിയ ജീവിതത്തിലേക്ക് അവൻ യാത്ര ചെയ്യുകയാണ്. ദൈവങ്ങൾക്കും ദൈവത്തിൻ്റെ പ്രതിരൂപമായ കുഞ്ഞുങ്ങൾക്കും സ്തുതി.